Silly Point. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റ്സ്മാൻമാർക്ക് ഇതെന്തു പറ്റി? ഓസ്ട്രേലിയയുടെ ബാറ്റർമാർക്കും എന്തുപറ്റി? നമ്മുടെ കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒക്കെ എന്തുപറ്റി? ഈയിടെ അവസാനിച്ച ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര മൊത്തം പരിശോധിച്ചാൽ രണ്ട് ടീമുകളിലെയും മുതിർന്ന ബാറ്റ്സ്മാൻമാർ മോശമായിട്ടാണ് കളിച്ചതെന്ന് മനസ്സിലാക്കാം. തമ്മിൽ ഭേദം രണ്ട് ടീമുകളിലും വാലറ്റക്കാരായിരുന്നു. അവർ ഇന്നിംഗ്സിന്റെ ഒടുവിൽ ഒരുവിധം പിടിച്ചു നിന്നതുകൊണ്ട് ചില കളികളിലെങ്കിലും ടീമുകൾക്ക് ഒരുവിധം നല്ല സ്കോർ നേടാനായി. അവർ പിടിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ മിക്ക ടെസ്റ്റുകളും 2 ദിവസം കൊണ്ട് തീരുമായിരുന്നു. അപ്പോൾ ചോദ്യം ബാക്കിയാണ്, ഇരു ടീമുകളിലെയും ബാറ്റ്സ്മാൻമാർക്ക് എന്തുപറ്റി? ഇരു ടീമുകളിലും ബാറ്റിങ്ങിന്റെ നിലവാരം കുറഞ്ഞിരിക്കുന്നു. വേഗത കുറഞ്ഞ ബാറ്റിംഗ് പിച്ചുകളിൽ ഓസ്ട്രേലിയയുടെ സ്മിത്തും ഹെഡും പിന്നെ ഇന്ത്യയുടെ കോഹ്ലിയും രോഹിത് ശർമ്മയുമൊക്കെ വെടിക്കെട്ട് പുറത്തെടുക്കും. അവർ പടുകൂട്ടിൻ റൺസ് എടുക്കുകയും ചെയ്യും. പക്ഷേ ബൗളർമാരെ തുണയ്ക്കുന്ന പിച്ചുകളിൽ ഒരു പ്രതിരോധവും ഫലിക്കാതെ അവർ ആയുധം വെച്ച് കീഴടങ്ങും. ഇതാണ് പൊതുവെ കാണുന്ന അവസ്ഥ. രോഹിത് ശർമ്മയടക്കമുള്ള മിക്ക ബാറ്റ്സ്മാൻമാരുടെയും പ്രശ്നം അവർ ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടുന്ന പ്രതിരോധം പഠിച്ചിട്ടല്ല കളിക്കുന്നത് എന്നതാണ്. അവർ ശ്രമിക്കുന്നത് 2020 ക്രിക്കറ്റിലെ അടിച്ചു പൊളിക്കുന്ന ബാറ്റിംഗ് ശൈലി പഠിക്കാനാണ്. അവർ അത് ടെസ്റ്റ് ക്രിക്കറ്റിലും അനുകരിച്ചു കാണിക്കുന്നു. ബാറ്റ്സ്മാന്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ നടക്കും. കാരണം ആ സമയത്ത് അവരുടെ ശരീരത്തിന്റെ പ്രതികരണ ശേഷി അഥവാ ബോഡി റിഫ്ലെക്സ് വളരെ അധികമായിരിക്കും. അതായത് പന്ത് സ്വിംഗ് ചെയ്തു വരുമ്പോഴും നിലത്തു കുത്തി ബൗൺസ് ചെയ്യുമ്പോഴും അതനുസരിച്ച് പെട്ടെന്ന് ശരീരം ചരിച്ചും ചായ്ച്ചും പന്തിനെ നേരിടാൻ അവർക്ക് കഴിയും. അതുപോലെ ചെറുപ്പത്തിൽ അവരുടെ കണ്ണിന്റെ കാഴ്ച വളരെ മികച്ചതായിരിക്കും. ഉഗ്രവേഗതയിൽ വരുന്ന ഫാസ്റ്റ് ബോളുകളെ കൃത്യമായ ടൈമിങ്ങോടെ അടിച്ചു പരത്താൻ കഴിയുന്നത് ആ കാഴ്ചയുടെ ഗുണം ഏറെ സഹായിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ പ്രായമാകുമ്പോഴും ശരീരത്തിന്റെ പ്രതികരണ ശേഷി കുറയുമല്ലോ. പെട്ടെന്ന് സ്വിംഗ് ചെയ്ത് വരുന്ന പന്തിനനുസരിച്ച് ശരീരം വേഗത്തിൽ ചലിക്കാതാവും. കാഴ്ച ഒരല്പം കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? പന്ത് കൃത്യമായി അടിക്കാൻ കഴിയുന്ന ടൈമിങ്ങും കുറയും. ഒരു 35 വയസ്സാവുമ്പോഴേക്കും ഇതൊക്കെ സംഭവിക്കും. പിന്നെ ബാറ്റ്സ്മാൻ എന്ത് ചെയ്യണം? ഉടനെ അങ്ങ് റിട്ടയർ ചെയ്യണോ? വേണ്ട. നേരത്തെ ബാറ്റിംഗിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ വേണ്ടും വണ്ണം പഠിച്ച ബാറ്റ്സ്മാൻ ആണെങ്കിൽ പ്രായമാവൻ അത്ര പ്രശ്നമാവില്ല. ബാറ്റ് കൊണ്ടുള്ള ഓരോ തരം ഷോട്ടുകളും എങ്ങനെ അടിക്കണം, ബാറ്റ് ഏത് ആംഗിളിൽ പിടിക്കണം, പന്തിനെ നേരിടുന്ന സമയത്ത് കാലിന്റെ ചുവടുകൾ എങ്ങനെ വെക്കണം, ശരീരത്തിന്റെ ബാലൻസ് എങ്ങനെ നിലനിർത്തണം എന്നീ കാര്യങ്ങൾ പഠിച്ച ബാറ്റ്സ്മാന് പ്രായം കൊണ്ടുള്ള ശരീരത്തിന്റെ തളർച്ചകൾ വലിയ പ്രശ്നമാവില്ല. ഇന്ത്യയുടെ സുനിൽ ഗവാസ്കർ ബാറ്റിംഗിന്റെ വ്യാകരണം കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ്. ഫാസ്റ്റ് ബൗളിങ്ങിനെ നേരിടുമ്പോൾ അദ്ദേഹം ഹെൽമറ്റ് പോലും വെക്കാതെയാണ് കളിച്ചിരുന്നത്. കൃത്യമായിരുന്നു അദ്ദേഹത്തിന്റെ ചുവടുകൾ. അപ്രകാരം ചുവട് വെച്ചാൽ വലിയ ടൈമിംഗ് ഇല്ലെങ്കിലും ബാറ്റിന് പന്തിനെ നേരിടാൻ കഴിയും. ഏതാണ്ട് ഇതേ മികവ് രാഹുൽ ദ്രാവിഡിനും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ IPL ക്രിക്കറ്റിന്റെയും 2020 ക്രിക്കറ്റിന്റെയും ആധിക്യം ക്രിക്കറ്റിന് അടിച്ചു തകർക്കുന്ന ശൈലി മാത്രമേ ആകാവൂ എന്ന നില വരുത്തി. ശരീരത്തിന്റെ കരുത്തും വേഗതയും വർദ്ധിപ്പിച്ച് ഓരോ യുവ ബാറ്ററും ക്രീസിലിറങ്ങി സിക്സറും ബൗണ്ടറിയും വർഷിക്കും. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതൊന്നും നടക്കില്ല. അതും ഓസ്ട്രേലിയയിലെയും ഇംഗ്ലണ്ടിലെയും ഫാസ്റ്റ് പിച്ചുകളിൽ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും വെസ്റ്റ് ഇൻഡീസിലും പാകിസ്ഥാനിലും ദക്ഷിണാഫ്രിക്കയിലും ഒന്നും മികച്ച ബാറ്റ്സ്മാൻമാരില്ല. പക്ഷെ അവർക്ക് മികവില്ല എന്ന കാര്യം ആരും അറിയില്ല. എന്താണ് കാരണം? ഇന്ന് മിക്കവാറും എല്ലാ പിച്ചുകളും ബാറ്റിംഗ് പിച്ചുകളാണ്. അവിടെ എല്ലാ ബാറ്റ്സ്മാൻമാർക്കും വെട്ടിത്തിളങ്ങാൻ സാധിക്കും. ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ 5 ടെസ്റ്റുകളിലും ഒരുക്കിയത് ഫാസ്റ്റ് പിച്ചുകളാണ്. പക്ഷെ പഴയ പോലെയല്ല. ഇപ്പോൾ ജസ്പ്രീത് ബുംറ എന്ന മികച്ച ഫാസ്റ്റ് ബൗളർ ഇന്ത്യക്കുമുണ്ട്. ബുംറയുടെ പന്തുകളിൽ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. പിന്നെ ഓസ്ട്രേലിയ ബൗളിംഗ് തുടങ്ങിയാൽ ഇന്ത്യയും തകരും. അങ്ങനെ മഴയില്ലെങ്കിൽ ടെസ്റ്റുകൾ 2-3 ദിവസം കൊണ്ട് തീരും എന്ന അവസ്ഥയിലായി എല്ലാ ടെസ്റ്റുകളും. വാസ്തവത്തിൽ 2020 ക്രിക്കറ്റ് കളി അല്പം കുറച്ച് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ എണ്ണം കൂട്ടുന്നതാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും നല്ലത്. ഇല്ലെങ്കിൽ ബാറ്റിംഗ് എന്ന കലാരൂപം തീരെ ഇല്ലാതാവും ക്രിക്കറ്റിൽ എന്ന അവസ്ഥയാണ്. Silly Point.